പെരുവല സത്യം ജൈവ കീടനാശം ഉണ്ടാക്കുന്ന സാധനമാണ് പെരുവല. ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ പെരുവല എന്നാണ് തിരുവനന്തപുരത്ത്. നമ്മുടെ നാട്ടിലെ ഒരു വട്ടപ്പേരാണ്. ജൈവ കീടനാശം ഉണ്ടാക്കാൻ പറ്റിയ നിങ്ങൾ ഇവിടെ പച്ചക്കറി കൃഷി ചെയ്യുന്നെങ്കിൽ ഇതിൻ്റെ നീരെടുത്ത് അടിച്ചാൽ തന്നെ പല കീടങ്ങളും നശിക്കും, കീടങ്ങളൊക്കെ പോകും. നോക്കാം ഈ ചെടി നോക്കി, ഇതാണ് ഏലംപാല. അറിയാലോ, ഇത് ഏലംപാല കളിക്കാം. ഒരു ഇതിൽ 7 ഇല സാധാരണ 13 ഇലയിലുള്ള സ്പ്രിങ് കണ്ടിട്ടുണ്ട്. ചിലത് 4 ഉണ്ടാവുള്ളൂ, 3 ഉണ്ടാവുള്ളൂ, ഏറ്റവും കൂടുതൽ 7 ഉണ്ടാവും. 8 അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ 7 അപ്പൊ പക്ഷെ ഏലംപാല യക്ഷിയുടെ ഒരു പ്രതീകമാണ് അല്ലേ? ഏലംപാല അല്ലേ? എന്താ അതിന് കാരണം? അങ്ങനെ കാരണം ഉണ്ടോ? വല്ല കാരണം പറയണ്ട. ഏലംപാല പിന്നെ നല്ല മണം ഉണ്ടാവും അല്ലേ? അതിന് പൂക്കാൻ തുടങ്ങി നല്ല മണൽ സംഭവം. നമ്മൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ നല്ല മണം ആസ്വദിച്ച് പോകാൻ പറ്റും. നമുക്കറിയാലോ, നമ്മൾ ശ്വസിക്കുന്നത് ഓക്സിജൻ ആണല്ലേ. ഈ ഇലകൾ എന്താ ശ്വസിക്കുക? എന്താ ശ്വസിക്കുക? ഇലകൾ ശ്വസിക്കുന്നത് ഓക്സിജൻ അല്ല, ഇലകൾ ശ്വസിക്കുന്ന ഓക്സിജൻ തന്നെയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നത് എന്തിനാ അറിയോ? അത് പ്രകാശ സംശ്ലേഷണം നടക്കാൻ വേണ്ടിയിട്ടാണ്. ഫോട്ടോസിൻ്റെ ആക്ടിവിറ്റി രാത്രി ഉണ്ടാവില്ല, കാരണം എന്താണ് സൺലൈറ്റ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ രാത്രി ആ പരിപാടി ഉണ്ടാവില്ല, കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കില്ല. പക്ഷേ ഓക്സിജൻ അപ്പോഴും എടുക്കും. ചില ചെടികൾ അമിതമായ അളവിൽ ഓക്സിജൻ എടുക്കും. അങ്ങനെ അമിതമായി നല്ലോണം ഓക്സിജൻ എടുക്കുന്നൊരു ചെടിയാണ് ഈ ഏലമരം. അങ്ങനത്തെ കുറേ ചെടികളുണ്ട്. അപ്പോൾ പണ്ടത്തെ കാലത്ത് ആല അങ്ങനെ എടുക്കില്ല. പണ്ടത്തെ കാലത്ത് പിന്നെ ആളുകൾ ഈ യാത്ര പോകാനുള്ള പരിപാടി, കിടന്നുറങ്ങും, മരത്തിനോട്ടിൽ കിടന്നുറങ്ങും അല്ലേ? നമ്മുടെ പോലെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് സംവിധാനം ലോഡ്ജൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആളുകൾ രാത്രി അതിൻ്റെ മുകളിൽ താഴെ കിടന്നുറക്കാതിരിക്കുക എന്നുള്ള ആളുകൾ പറയും അതിൻ്റെ മുകളിൽ താഴെ നിൽക്കണ്ടാക്കി പറയും. ഇപ്പോൾ നമ്മൾ രാമേട്ടൻ രാത്രി കള്ള കുടിച്ച് പാട്ടൊക്കെ പാടി ഇങ്ങനെ വരികയാണ്, നല്ല മൂലാണ്. അങ്ങനെ വന്ന് ഒരു ഒറ്റപ്പെട്ടൊരു മരം നിൽക്കുന്നത് ആൾ കിടന്നുറങ്ങി. ആൾ നിൽക്കുമ്പോൾ ആൾ നോക്കുമ്പോൾ ഇയാൾ ചോരയൊക്കെ ഛർദ്ദിച്ച് മരിച്ചു കിടക്കുകയാണ്. ആൾ മുപ്പര് വേണ്ടാത്ത പണിക്കണം, അതിൻ്റെ ഇഷി പിടിച്ച് മരിച്ചു പറയും. സംഭവം എന്ന് വെച്ചാൽ മുപ്പര് നോർമലല്ല, രാത്രി ഓക്സിജൻ കുറഞ്ഞ് ശ്വാസകോശം പൊട്ടി മരിച്ചാണ്. പക്ഷെ അത് യക്ഷീൻ്റെ കെയറഫിലാണ് വന്നത്. അതാണ് സംഭവം. പിന്നെ നമ്മളവിടെ പലപ്പോഴും യക്ഷി എന്ന് പറഞ്ഞൊക്കെ വേറെ പല സാൻമാർഗ വിരുദ്ധന്മാർ അവരുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി പ്രചരിപ്പിക്കും. അവിടെ യക്ഷീൻ്റെ പിന്നെ ആരും രാത്രി വൈക്ക് പോകില്ലല്ലോ, അങ്ങനെയാണ്. അപ്പോൾ യക്ഷിയല്ല പ്രശ്നം. അതിൻ്റെ സംഭവമാണ് ഓക്സിജൻ കൂടുതൽ രാത്രി എടുക്കും, ഇൻടേക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എത്ര മരങ്ങൾ താഴെ രാത്രി നിൽക്കാതിരിക്കാണ് ബുദ്ധി. നമ്മുടെ ഓക്സിജൻ അങ്ങോട്ട് വലിച്ചെടുക്കും. അല്ല, ആ സറൗണ്ടിങ്സിൽ ഓക്സിജൻ കുറയും. ഇത് കൂടുതൽ ഓക്സിജൻ എടുക്കുമ്പോൾ അതിന്റെ സറൗണ്ടിങ്സിൽ ഓക്സിജൻ കുറയും, നമുക്ക് കുറയും. നമുക്കിപ്പോൾ ചില സ്ഥലത്ത് വിമിഷം ഉണ്ടാവില്ല. ചില സ്ഥലത്ത് ഇപ്പം ഹിമാലയൊക്കെ പോയ ആൾക്ക് അറിയാം. നമ്മൾ ഹിമാലയത്തിന്റെ കുന്നിന്റെ മുകളിൽ ഓക്സിജൻ കിട്ടാതെ നമ്മൾ ശരിക്കും റിയലൈസ് ചെയ്യും. അറിയാൻ പറ്റും, റിയലൈസ് ചെയ്യാൻ ശരിക്കും റിയലൈസ് ഓക്സിജൻ അറിയുമ്പോൾ. അങ്ങനെ ചില സ്ഥലത്ത് നമ്മൾ ചില സ്ഥലങ്ങൾ മാറുമ്പോൾ അവിടുത്തെ ഓക്സിജൻ്റെ കണ്ടന്റ് വ്യത്യാസം നമുക്കൊരു വിമിഷം ഉണ്ടാകും. കുറച്ച് ഒരു അരമണിക്കൂരത്തേക്ക് അവിടെ പോയി ഇറങ്ങുമ്പോൾ ഒരു ആകെ ഇറങ്ങാറുണ്ടാവും. അപ്പോഴാണ് ആളുകൾ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങി തലമിഞ്ഞി വീഴൊക്കെ ചെയ്യില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. പക്ഷെ അത് നമ്മൾ അങ്ങനെ പറയില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഏലംപാല യക്ഷി എന്നിട്ടല്ല, പക്ഷേ യക്ഷിൻ്റെ ഇതിലുള്ള പ്രതീകം ഉണ്ടാവുന്ന അങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ പിറകിൽ അതാണ് കാരണം, അല്ലാതെ യക്ഷി ഉണ്ടായിട്ടല്ല. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഓരോ വിശ്വാസത്തിൻ്റെയും പിറകിൽ ഇങ്ങനെ കുറേ സംഗതികളുണ്ട്. അത് നരി നാരകം എന്നാണ് മരത്തിൻ്റെ പേര്. നരി നാരകം എന്നുവെച്ചാൽ ഈ പുലിയൊക്കെ നഖങ്ങനെ ഉരത്ത് ശരിയാക്കൂലേ, കണ്ടില്ലേ നിങ്ങൾ? ചിലത് പൂച്ചയൊക്കെ അങ്ങനെ ചെയ്യുന്ന മരമാണ്. അവരതിൻ്റെ ഉള്ള സാധനങ്ങളെ കളയാൻ വേണ്ടി അത് വേറെ സാധനം, അത് ഈ സ്പീഷീസ് അല്ല. ഇത് നാരകത്തിന്റെ സ്പീഷീസ്. അത് നാരക സ്പീഷീസിൽ കുറേ ഉണ്ടല്ലോ. സിട്രസ് എന്നുള്ള സാധനം ഒറ്റപ്പിടി ഉണ്ട്. ഇപ്പം നമ്മള് മാതള നാരകുണ്ട്, ഗണപതി നാരകുണ്ട്, കായുണ്ട്, അപൂർവം ഉണ്ടാവുള്ളൂ. ഭയങ്കര കായൊന്നുണ്ടാവില്ല, അപൂർവമായിട്ട് കായാണ്. നാരങ്ങൾ തന്നെ നമ്മളെ ഓറഞ്ച് വലുപ്പുണ്ടാവും, ഓറഞ്ചിന്റെ വലുപ്പമുള്ള സാധനം അധികം ഒന്നും ഉണ്ടാവില്ല, അപൂർവമായിട്ടുണ്ടാവും. പക്ഷെ നമ്മളിപ്പോൾ ഗണപതി നാരകം കണ്ടില്ലേ നിങ്ങളുള്ള നാരകം ഇത്ര വലുപ്പുണ്ടാവും. ഗണപതി നാരകം അങ്ങനെ പല സൈസ് നാരകമുണ്ട്. നമ്മൾ തുളസി കുറേ ഉണ്ട് പറഞ്ഞ മാതിരി നാരകം കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ, പക്ഷേ അതൊക്കെ നമ്മൾ അന്വേഷിച്ച് പിന്നാലെ പോകണം. നമ്മൾ കോട്ടക്കൽ ആര്യശേഖരൻ്റെ ഹെർബൽ ഗാർഡൻ പോയിട്ട് ഒരുപാട് പുതിയ ചെടികൾ, കേൾക്കാത്ത കാണാത്ത ചെടികളാണ്. നമ്മൾ എവിടെയും വായിച്ച ചെടികളാണ്. കായാമ്പൂ എല്ലാം കിട്ടുന്നുണ്ടാവും അല്ലേ? അതെ, സിനിമ പാട്ടിലൊക്കെ നമ്മളെ മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ ജൈവവൈദ്യത്രം ഉണ്ടാകാൻ നമ്മൾ ഇത്ര ജൈവവൈദ്യ സമ്പന്നമായതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ വയലാറും അന്നത്തെ എഴുത്തുകാരൊക്കെ ഈ പാട്ടിലും സിനിമയിലൊക്കെ ഒരുപാട് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഒന്നും കാണാൻ കിട്ടില്ല മാത്രം അല്ലേ? നീലാമരി, നമ്മളെ നീലി ബ്രിങ്ങാതി ഉണ്ടാക്കണം. നീലാമരി എത്ര ആളെ കിട്ടുന്നുണ്ട്? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇത്ര വൈവിധ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നുള്ള കേരളത്തിൻ്റെ വലിയ നഷ്ടം. നമ്മളിപ്പോൾ ഇത് നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോന്നും ഇല്ലാതാവുമ്പോൾ ഇപ്പോൾ എനിക്കൊരു കടലാസ് ഒന്നിക്കുകയാച്ച നാടൻ നെൽവിത്ത് ചെയ്യുന്ന നെൽകൃഷിക്കാർ ലിസ്റ്റ് വേണം. നമ്മൾ ഇത്രയും കാലം നാടൻ വിത്ത് അവിടെ ചെയ്തിരുന്നത്, നമ്മളത് പറ്റുകാണ്ട് കുറേ പുതിയ ഇനം വിത്തുകൾ കൊടുത്ത് നാടൻ വിത്ത് മുഴുവൻ ഇല്ലാതായപ്പോൾ നാടൻ വിത്ത് ചെയ്യുന്ന ആൾക്കാർ ലിസ്റ്റ് ഉണ്ടാക്കണം. നമ്മളാണ് നാടൻ പശു, വെച്ചൂർ പശു കേട്ടില്ലേ? പണ്ട് നാടൻ പശു മാത്രമല്ല, എല്ലാ വീട്ടിലും ഒരു പശു ഉണ്ടാവും. അതിന് 1.5 ലിറ്റർ പാല് കിട്ടുള്ളൂ. നമ്മൾ 15 ലിറ്റർ 30 ലിറ്റർ പാലിട്ടാണ് വലിയ ജേഴ്സി പശുവിനെ, സിന്ധീനെ ഒക്കെ ഇറക്കുമതി ചെയ്തിട്ട് നമ്മൾ നാടൻ പശുവിനെ ചവിട്ടിക്കാൻ പാടില്ല. അതായത് പണ്ടിൻ്റെ വീട്ടിൽ ഒരു കാളുണ്ടെങ്കിൽ ആ കാളേനെ കൊണ്ട് കുറേ ആളെ എൻ്റെ ഭർത്താവ് കാളയാണ് ആ പശുവിൻ്റെയൊക്കെ. പക്ഷെ അങ്ങനെ വളർത്തുന്നത് നിയമപരമായി കുറ്റകരമാണ്. എന്നെ ജയിലിലടക്കം നിയമമുണ്ട്. അത് എൻ്റെ പശുവിനെ വന്നിട്ട് വെറ്റിനറി ഡോക്ടർ ഒന്ന് വരി അടയ്ക്കും. അതിൻ്റെ ഉൽപ്പാദനശേഷി നശിപ്പിക്കും.
എന്നിട്ട് ഇപ്പോൾ ചോദിക്കുകയാണ് നമ്മുടെ നാട് എവിടേക്കാണ് നാടൻ പശുക്കളുള്ളത്. നമ്മളങ്ങനെ എല്ലാം നശിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്. നമ്മൾ ഇന്ത്യയിൽ ഏതാണ്ട് 3 ലക്ഷത്തിലേറെ നെൽവിത്തുകൾ കൃഷി ചെയ്തിരുന്നു. 3 ലക്ഷത്തിലേറെ ഇനം. ഒരു 1,60,60,000 നെൽവിത്തുകൾ ശേഖരം കട്ടക്കലുണ്ടായിരുന്നു.